ഓക്കെ, നമസ്തേ. ഇത് ഒരു പുതിയ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യോളജിയുടെ വ്യാപ്തി പഠിച്ചു. സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യോളജിക്ക് മറ്റു വിഷയങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്തെല്ലാം. മറ്റു വിഷയം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എക്കണോമിക്സിനെ കുറിച്ച് പറയുന്നു, പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് പറയുന്നു, സൈക്കോളജിയെ കുറിച്ച് പറയുന്നു, ആന്ത്രോപോളജിയെ കുറിച്ചും പറയുന്നു. അപ്പൊ ഈ വിഷയങ്ങളുമായിട്ട് സോഷ്യോളജിക്കുള്ള ബന്ധവും വ്യത്യാസവും എന്ത് എന്നുള്ളതാണ് തുടർന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും എല്ലാവരും ഏതെങ്കിലും ഒരെണ്ണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ഹെഡിങ് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിരിക്കുന്ന സോഷ്യോളജിയും മറ്റ് സാമൂഹ്യ ശാസ്ത്രം എന്നാണ്. ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്, എഴുതിയപ്പോൾ ടീച്ചർ അത് ഇപ്പോഴാണ് അത് കണ്ടത്. സാമൂഹ്യ ശാസ്ത്രം എന്നാണ്, സമൂഹ ശാസ്ത്രമല്ല, സാമൂഹ്യ ശാസ്ത്രം എന്നാണ് നമ്മൾ പറയുന്നത്. സോഷ്യോളജിയും മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധം, അതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഹെഡിങ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഇട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ബന്ധവും വ്യത്യാസവും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ സബ്ജക്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 വിഷയങ്ങളാണ് പഠിക്കുന്നത്, എക്കണോമിക്സും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും. അപ്പൊ നമ്മൾ ആദ്യം സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ വ്യത്യാസവും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എക്കണോമിക്സിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്താണ്? സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം എന്നാണ് എക്കണോമിക്സിന്റെ മലയാളം. ഈ ഒരു കണ്ടന്റിനകത്ത് കിടക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിന് പുറത്തുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇവിടെ. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ ആദ്യം നമ്മൾ സോഷ്യോളജി എന്താണ്? നമുക്കറിയാം, സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ ആശയങ്ങളെ കുറിച്ചും പഠിക്കുന്നുണ്ട്. സമൂഹത്തിലെ കുടുംബം, നിയമം, വിദ്യാഭ്യാസം, സാമ്പത്തികം, എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നു. സമൂഹത്തിന് ആകെ മൊത്തം പഠിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. നേരെ മറിച്ച് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് എങ്ങനെയാണ്? എക്കണോമിക് ആസ്പെക്ട്സുകളെ കുറിച്ച് മാത്രമേ എക്കണോമിക്സിനകത്ത് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. സാമ്പത്തിക ആശയങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സിനകത്ത് പഠിക്കുന്നത്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സാമൂഹ്യ വശങ്ങൾ നമ്മൾ പഠിക്കുന്നു. നമ്മൾ സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, പക്ഷെ നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചും പഠിക്കും. ആ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉള്ള സാമൂഹിക വശങ്ങൾ എന്തെല്ലാം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സാമ്പത്തിക ശാസ്ത്രം സമൂഹത്തിലെ ഭൗതിക സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നു. എക്കണോമിക്സ് ട്രൈസ് ടു ഇൻക്രീസ് ദി മെറ്റീരിയൽ ഹാപ്പിനെസ് ഓഫ് സൊസൈറ്റി. അതായത് പണം കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ, അവയുടെ ഉൽപാദനം, അവയുടെ എന്താ പറയാ സ്വത്ത് സമ്പാദനം, അങ്ങനെ തുടങ്ങി നിരവധി നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുന്ന, നമുക്ക് ഭൗതിക സന്തോഷം ഉണ്ടാക്കുന്ന, മെറ്റീരിയൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും എക്കണോമിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുടുംബം, സമുദായം, സാമ്പത്തികമാണ് സോഷ്യോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. കുടുംബവും സമുദായവും നിയമം, സാമ്പത്തികം, വിദ്യാഭ്യാസം എല്ലാം സോഷ്യോളജിയെ സംബന്ധിച്ച് പ്രധാനമാണെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയോ സംഘടനയോ കുടുംബമോ ഒന്നും തന്നെ പ്രധാനമല്ല. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രധാനപ്പെട്ടതാണ്. ഒരു സാമ്പത്തിക ഒരു നിയമം ഉണ്ടായാൽ ആ നിയമം എങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും സാമ്പത്തിക ശാസ്ത്രം അധികം ബോധർ ചെയ്യാറില്ല, അധികം ടെൻഷൻ അടിക്കാറില്ല. അവര് അതിന്റെ സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് മാത്രം അവര് അവലോകനം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതാണ് വ്യത്യാസം. പിന്നെ അല്ലാതെ ഒരു വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഒരു അവ്യക്തമായ സോഷ്യൽ സയൻസ് എന്ന് നമുക്ക് പറയാം. വ്യക്തത കുറവുണ്ട്. ഇന്ന് ഒരാളോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആകണമെന്നില്ല ഒരു 5 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യോളജിയിൽ പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു അവ്യക്തത ഉണ്ടാകാം. അത് സമൂഹം അനുസരിച്ച് മാറാം, കാലമനുസരിച്ച് മാറാം, ഒരാളുടെ ചിന്താഗതികളൊക്കെ അയാളുടെ സമയമനുസരിച്ചുമൊക്കെ മാറുന്നുണ്ട്. സാമ്പത്തിക ശാസ്ത്രം അങ്ങനെയല്ല. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആശയങ്ങളൊക്കെ എന്നെന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ആശയങ്ങളായിരിക്കും. മാറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും പൊതുവായിട്ട് സോഷ്യോളജി അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഫോം ആയിട്ടുള്ള ഒരു സയൻസ് ആണ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ 3 വ്യത്യാസം മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇത് 4 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കിടപ്പുണ്ട്. എല്ലാം കൂടെ കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി
സാമ്പത്തിക ശാസ്ത്രം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വിതരണ തത്വങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് പറയുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും അതുപോലെ തന്നെ സർവീസുകളുടെയും പ്രൊഡക്ഷനുമായി അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് പറയുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത്? ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ സാമ്പത്തിക ശാസ്ത്രം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വിതരണ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള പഠനമാണ്. ഇനി വില, സമ്പാദ്യം, നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങൾ ഒരു എക്കണോമിസ്റ്റ് പഠിക്കുന്നുണ്ട്. വില എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സാധനത്തിന് ഇടുന്ന വില എത്രയാണ്, അതിന്റെ പ്രൈസിങ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒരാൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടും, അതിനനുസരിച്ച് എത്ര ചെലവാക്കാം, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുടെ കാര്യങ്ങള്. പിന്നെ ഒരാൾ ഒരു എമൗണ്ട് ബാങ്കിൽ കൊണ്ടിട്ടാൽ അതിന് എത്ര രൂപ പലിശ കിട്ടാം തുടങ്ങിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത്. ബാങ്കുകൾ, ഫാക്ടറികൾ, വ്യാപാരം തുടങ്ങിയ എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളെ കുറിച്ചും ഇത് പഠിക്കുന്നുണ്ട്. ബാങ്കുകളും ഫാക്ടറികളും വ്യാപാരം ഇതെല്ലാം തന്നെ എന്താണ്? ഇതെല്ലാം തന്നെ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കി തരുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും സഹായിക്കുന്ന, ഉൽപാദനത്തിനും വിതരണത്തിനും ഹെൽപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. അപ്പൊ അവയെ കുറിച്ചെല്ലാം തന്നെ ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിക്കാറുണ്ട്. ഇനി പറയുന്ന ഒരു മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഫെമിനിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം സമൂഹത്തിന്റെ സംഘാടനത്തിന് സ്ത്രീകൾക്കുള്ള പങ്കിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഒരു പുതിയ ശാസ്ത്രശാഖയാണ് ഫെമിനിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു മാർക്കിന് ചോദിക്കുക. എസ് എഴുതുമ്പോൾ നിങ്ങൾ അത് അങ്ങോട്ട് എഴുതണം എന്ന് ഇല്ല. ഇനി ഒരു യഥാർത്ഥ സാമ്പത്തിക ശാസ്ത്രം കമ്പനികളുടെ ചിലവുകൾ മാത്രമല്ല നോക്കേണ്ടത്, കുറ്റകൃത്യങ്ങളും ആത്മഹത്യകളും പഠിക്കണമെന്ന് പിയറി ബോർഡിയോ എന്ന് പറയുന്ന സമൂഹ ശാസ്ത്രജ്ഞൻ പറയുന്നു. അപ്പൊ ഇത് രണ്ടെണ്ണവും ശരിക്ക് നിങ്ങളുടെ NCERT ബുക്കിലെ കോളങ്ങളിൽ കിടക്കുന്നതാണ്. അപ്പൊ ആ കോളങ്ങളിൽ കിടക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. ഇപ്പൊ അതുകൊണ്ടാണ് അത് ഇങ്ങനെ പ്രത്യേകം എഴുതിയിരിക്കുന്നത്. എസ് എഴുതുമ്പം ഇതിന് ഈ 2 പോയിന്റുകൾ ചേർക്കേണ്ടത് ഇല്ല. ഫെമിനിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം എന്ത് പഠിക്കണമെന്ന് പറയുന്നു? സമൂഹത്തിന്റെ സംഘാടനത്തിന് സ്ത്രീകൾക്കുള്ള പങ്കിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഒരു യഥാർത്ഥ സാമ്പത്തിക ശാസ്ത്രം കമ്പനികളുടെ ചിലവുകൾ മാത്രമല്ല നോക്കേണ്ടത്, മറിച്ച് കുറ്റകൃത്യങ്ങളും ആത്മഹത്യകളും പഠിക്കണമെന്ന് ആര് പറയുന്നു? പിയറി ബോർഡിയോ എന്ന് പറയുന്ന സമൂഹ ശാസ്ത്രജ്ഞൻ പറയുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പിയറി ബോർഡിയോയുടെ ഒരു പടമൊക്കെ ഉണ്ട്, കൈയും കൂപ്പിയിട്ട് നിൽക്കുന്ന ഒരു പടമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നോക്കി വെക്കുക. ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ഒരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്തത് സോഷ്യോളജി സാമ്പത്തിക ശാസ്ത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കണക്ഷൻ എന്താണ്, ബന്ധം എന്താണ് എന്നുള്ളത്. നേരത്തെ അവിടെ നമ്മൾ ഡിഫറൻസ് ആയിരുന്നു പറഞ്ഞത്. സാമ്പത്തിക വികസനം മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തെ സ്വാധീനിക്കുന്നു. ഒരു സ്ഥലത്ത് സാമ്പത്തിക വികസനം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിന് അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ മനുഷ്യന്റെ സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റിന്റെ പഠന മേഖലയാണ്. അപ്പൊ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തിനെ സ്വാധീനിക്കുന്നു? ഹ്യൂമൻ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈ സോഷ്യോളജിയുടെയും അതുപോലെ എക്കണോമിക്സിന്റെയും മേഖലകളാണ്. അതാണ് ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇനി ബിസിനസ് സ്ഥാപനങ്ങളിൽ മാനേജർമാർ സമൂഹശാസ്ത്രപരമായ സമീപനം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക സ്ഥാപനമാണ്. ആ ബിസിനസ് സ്ഥാപനങ്ങളിലെ മാനേജർമാര് സമൂഹശാസ്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ, എങ്ങനെ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ എന്ത് ചെയ്യുന്നു? നമ്മുടെ സോഷ്യോളജിയിലെ ചില കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതും ഈ 2 വിഷയങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെ കാണിക്കുന്നു.
ഇനി മൂന്നാമത് പറയുന്നത് സമൂഹത്തിൽ ചില കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് സമൂഹശാസ്ത്രം മനസ്സിലാക്കി തരുന്നു. അപ്പൊ ചില കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാൻ പറ്റുന്നുള്ളൂ. അപ്പൊ സോഷ്യോളജിയിലെ ചില കാര്യങ്ങൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രങ്ങൾക്ക് അവരുടെ ഓരോ നയങ്ങളും രൂപീകരിക്കുവാൻ, അവരുടെ പോളിസികളൊക്കെ രൂപീകരിക്കുവാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൽ ചില കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് സമൂഹശാസ്ത്രം മനസ്സിലാക്കി തരുന്നു. ഇത് സാമ്പത്തിക ശാസ്ത്രങ്ങൾക്ക് ഉപകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ അത്രയുമാണ് ബന്ധം എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സമൂഹശാസ്ത്രവും രാഷ്ട്രമീമാംസയും, സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ആ രണ്ടാമത്തെ ഭാഗത്തില് ഇതുപോലെ തന്നെ നമ്മൾ സാമ്യവും പറയുന്നു, അതുപോലെ വ്യത്യാസവും പറയുന്നു. സിമിലാരിറ്റീസ് ആസ് വെൽ ആസ് ഡിഫറൻസസ്, സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. നിങ്ങൾക്കറിയാം, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്ന, അതുപോലെ പവറിനെ കുറിച്ച് പഠിക്കുന്ന, അതോറിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രമീമാംസ എന്ന് പറയുന്നത്. സോഷ്യോളജി എന്നാണ് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെ കുറിച്ചും പഠിക്കുന്നത്. നമ്മൾ അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞു, സോഷ്യോളജി എല്ലാ തലങ്ങളെ, പൊളിറ്റിക്കൽ മേഖലകളെ കുറിച്ചും അതുപോലെ നിയമത്തിനെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ചും ഒക്കെ, നമ്മൾ കുടുംബത്തിനെ കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കുന്നു. അതുകൊണ്ട് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെ കുറിച്ചും പഠിക്കുന്ന ഒരു വിഷയമാണ് എന്ത്, സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജി സ്റ്റഡീസ് all aspects or all elements of society ആണ് എന്ന് പറയുന്നു. പക്ഷേ പൊളിറ്റിക്കൽ സയൻസ് എന്താണ്, അധികാരം, ശക്തി, ഇതേക്കുറിച്ച് പഠിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു സ്റ്റഡി പവർ ആൻഡ് അതോറിറ്റി എന്നാണ്. പവറും അതോറിറ്റിയെ കുറിച്ച് മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, സാമൂഹിക നിയന്ത്രണത്തിനായി എല്ലാ മാർഗങ്ങളും പഠിക്കുന്നു. സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുവാനുള്ള സോഷ്യൽ കൺട്രോൾ എലിമെന്റ്സ് ആണ് സാമൂഹിക നിയന്ത്രണം. ഓക്കെ, അപ്പം ഫോർ കൺട്രോളിംഗ് സൊസൈറ്റി സോഷ്യോളജിസ്റ്റ് മേക്ക് യൂസ് ഓഫ് ആൾ ടെക്നിക്സ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ മാത്രം പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നു. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങളെ കുറിച്ച് മാത്രമാണ് രാഷ്ട്രമീമാംസ പഠിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള along with other social institutions we are giving importance to the social institutions and their interrelationship. അപ്പൊ ഗവൺമെന്റിനെ കുറിച്ചും പറയുന്നു, ഒപ്പം മറ്റ് സാമൂഹ്യ സ്ഥാപനങ്ങളുടെയും പരസ്പര ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. വേറാസ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ഗവൺമെന്റിനെ കുറിച്ചും ഭരണത്തെ കുറിച്ചും പഠിക്കുന്നു. റൂൾ ആൻഡ് ഗവൺമെന്റ്, അവയുടെ പരസ്പര ബന്ധവും മാത്രമേ അവർക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, സാമൂഹിക ബന്ധങ്ങൾ മനസ്സിലാക്കുന്നു. സോഷ്യൽ റിലേഷൻസിനെ കുറിച്ച് പഠിക്കുന്നു. ഇപ്പുറത്തെ രാഷ്ട്രീയ ബന്ധങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ് എവിടെ പഠിക്കുന്നത്, സോഷ്യോളജി പഠിക്കുന്നതെങ്കിൽ ഇൻ പൊളിറ്റിക്കൽ സയൻസ് വി ലേൺ അബൌട്ട് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ്. മനസ്സിലായല്ലോ? ഇനിയും അടുത്തത് ഈ രണ്ട് വിഷയങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഏത് രണ്ട് വിഷയങ്ങൾ, സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി രാഷ്ട്രമീമാംസയും, അവരുടെ സിമിലാരിറ്റീസ്. രണ്ട് വിഷയങ്ങളും സമൂഹം എന്ന പൊതുരംഗത്താണ് പ്രവർത്തിക്കുന്നത്, അല്ലെ? പബ്ലിക്കിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് രണ്ട് വിഷയവും പ്രവർത്തിക്കുന്നത്. ഇനി സമൂഹശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാം. If there is any political issues, we can solve those political issues with the help of sociological theories. സോഷ്യോളജിയിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് we can solve രാഷ്ട്രീയ പ്രശ്നങ്ങൾ. ഓരോ രാഷ്ട്രീയ പ്രശ്നത്തിലും സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടാകും. wherever there is a political issue, there is a social background. അതിനൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരിക്കും. ഇനി സമാന ഗവേഷണ താല്പര്യങ്ങൾ രണ്ടുപേർക്കുമുണ്ട്. രണ്ടുപേരും മിക്കവാറും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. തിരഞ്ഞെടുപ്പ് കാലം പാർട്ടികളെ കുറിച്ച് രണ്ടുപേരും, അതിനൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് കാലം, ഇലക്ഷൻ വരുന്ന സമയത്ത് പാർട്ടികളെ കുറിച്ച് ഈ രാഷ്ട്രമീമാംസക്കാര് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസുകാർ മാത്രമല്ല പഠിക്കുന്നത്, വേറെ ആരും പഠിക്കും, സോഷ്യോളജിസ്റ്റുകളും പഠിക്കും. ആര് ജയിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ പാർട്ടിയുടെയും സ്വഭാവങ്ങൾ, ജയിക്കാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം തന്നെ സോഷ്യോളജിസ്റ്റുകളും പഠിക്കുന്നതാണ്. രണ്ട് വിഷയങ്ങളുടെയും ഒരു സങ്കലനമാണ്. ഈ രണ്ട് വിഷയങ്ങളും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത്. രാഷ്ട്രീയ സമൂഹ ശാസ്ത്രം എന്ന് പറയും പൊളിറ്റിക്കൽ സോഷ്യോളജി. ഒരു മാർക്കിന് ചോദിക്കാം.
സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും കൂടെ ചേർന്നുകൊണ്ടുള്ള ഉണ്ടായ ഒരു വിഷയമാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി അഥവാ രാഷ്ട്രീയ സമൂഹ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി മാക്സ് വെബർ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. മാക്സ് വെബർ സമൂഹശാസ്ത്രത്തിന്റെ രാഷ്ട്രീയ മേഖലയാണ് പഠിച്ചത്. മാക്സ് വെബർ ഇസ് എ പൊളിറ്റിക്കൽ സോഷ്യോളജിസ്റ്റ്. ഇത് രണ്ടും 1 മാർക്കിന് ചോദിക്കാം. അപ്പൊ ഇതാണ് ബന്ധവും വ്യത്യാസവും എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് 3 വിഷയങ്ങളും കൂടെ പഠിക്കാനുണ്ട്. സൈക്കോളജിയും ആന്ത്രപ്പോളജിയും അതുപോലെ ഹിസ്റ്ററിയും. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ശരിക്കും ഇതിനെക്കാട്ടിയും കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ബന്ധത്തിലും അതുപോലെ തന്നെ വ്യത്യാസത്തിലും ഒക്കെ എഴുതാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് ചോദിക്കുന്നത് 4, 5 അല്ലെങ്കിൽ 6 മാർക്കുകൾക്കൊക്കെ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ തന്നെ നിങ്ങൾക്ക് മതിയാകും. എല്ലാവരും നോട്ട് എഴുതുക, ഒപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. സോഷ്യോളജിയിൽ എവിടെ നിന്നും 1 മാർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ അരിച്ച് പറക്കി വായിച്ച് 1 മാർക്കുകളൊക്കെ അണ്ടർലൈൻ